നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ ഈ പറയുന്ന പുതിയ ബില്ലിനെ, ഭരണഘടനാ ഭേദഗതിയെ എതിർക്കുമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ വനിതാ സംവരണമാണോ നടപ്പാക്കാനിരിക്കുന്നത്? യഥാർത്ഥത്തിൽ 880 സീറ്റുകളുടെ വർധന എന്നതിലോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള വിഭജനത്തിലേക്കാണോ കേന്ദ്ര സർക്കാർ പോകുന്നതെന്ന സംശയമാണല്ലോ ഉയരുന്നത്. എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ നോബിൾ? സ്മൃതി, പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ വനിതാ സംവരണത്തെ എതിർക്കും എന്നാണ് ഇപ്പോൾ ആവർത്തി വ്യക്തമാക്കുന്നത്. ബില്ലിനെ എതിർത്തുകൊണ്ട് അവർ വോട്ട് ചെയ്യും എന്ന് അറിയിച്ചിരിക്കുന്നു. നിലവിലത്തെ അംഗസംഖ്യ വെച്ച് ഈ ബില്ല് ലോക്സഭ കടത്തുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒട്ടും പ്രായോഗികമല്ല. കാരണം 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. 3/2 ഭൂരിപക്ഷത്തിന് 67 എംപിമാരുടെ പിന്തുണ ഇനിയും ആവശ്യമായിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പിന്തുണ കേന്ദ്ര സർക്കാരിനില്ല. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പോലും കൃത്യമായി പറഞ്ഞാൽ 540 എംപിമാരാണ് മൊത്തം ഉള്ളത്. അതിൽ 293 പേർ മാത്രമാണ് BJPക്ക്. ഇന്ത്യ സഖ്യത്തിന് 234 പേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും 67 പേരുടെ പിന്തുണ അധികമായി വേണ്ടിവരും. ആ പിന്തുണ ലഭിക്കുക പ്രായോഗികമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഉണ്ടാകില്ല എന്നാണ് MP വ്യക്തം. അല്പം മുമ്പ് സംസാരിച്ച കൊടിക്കുന്നിൽ സുരേഷും ഫ്രാൻസിസ് ജോർജും എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സർക്കാരിന് ഭരണം നിലനിർത്താൻ വേണ്ടിയുള്ളൊരു തന്ത്രമായി മാത്രമാണ് അവർ വനിതാ സംവരണത്തെ കൊണ്ടുവരുന്നത്. കാരണം 2029 വലിയ പേടി BJPക്കുണ്ട്. കാരണം അവസാന തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും 400 സീറ്റ് എന്ന് പറഞ്ഞ BJPക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്തക്ക സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ 850 സീറ്റുകൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അത് മാത്രമല്ല, ഈ ജനസംഖ്യാ ക്രമീകരണം നടത്തിയ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായും ബീഹാർ, ഉത്തർപ്രദേശ് പോലെ BJPക്ക് കൃത്യമായ മേൽക്കൈയുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. അത് ദക്ഷിണേന്ത്യയെ ദുർബലപ്പെടുത്തും. സ്വാഭാവികമായും BJPക്ക് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അനായാസമാകും. അത് ചെറുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് രംഗത്തേക്കുള്ള തീരുമാനം എന്താണെങ്കിലും എടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ബില്ല് പാസ്സാക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം ഇന്ന് രാവിലെയും പ്രധാനമന്ത്രി പൂർണ്ണമായും ബില്ലിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിനായി ഇന്ന് രാജ്യം ചരിത്രപരമായ നടപടി പൂർത്തിയാക്കുന്ന ദിവസമാണ് എന്നതാണ്. അമ്മമാർക്കും പെങ്ങന്മാർക്കും ലഭിക്കുന്ന ആദരവാണ് വനിതാ സംവരണം എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടെ വനിതാ സംവരണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. വനിതാ സംവരണം